കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യുമീ തളിർവനങ്ങളിൽ. കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യുമീ തളിർവനങ്ങളിൽ. പൂക്കുന്ന മുല്ല പോൽ മഴമായ വഴിയിൽ കുളിർ തെന്നലായി പോരു കൂട്ടുകാരി നീ. ബാക്കി സസ്പെൻസ് ആണ്. കാണാൻ വരുന്ന പ്രേക്ഷകരോട് നിങ്ങൾ ഡിസപ്പോയിൻഡ് ആകില്ല എന്നാണ് പറയുന്നത്. കാരണം വ്യത്യസ്തമായ മൂവി എന്ന് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ സാധാരണ കാണുന്ന ഒരു തരത്തിലല്ല അതിൻ്റെ ഫ്ലോ. അത് തന്നെ അതുകൊണ്ട് ബോറടിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇത് കാണണമെന്ന്. അപ്പോൾ അതേ രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ ഫ്ലോ. എന്നാൽ പോലും എല്ലാ പ്രേക്ഷകരും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ വിശ്വാസം അവരെന്തിഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ ഇഷ്ടമാണ്. പ്രേക്ഷകർ ഇല്ലെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങളില്ലെങ്കിൽ പ്രേക്ഷകരുണ്ട്. കാരണം അവർ വേറെ ആരെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിലും. അതുകൊണ്ട് പ്രേക്ഷകരാണ്, അവർ ടാലൻറ്റഡാണ്. ഈ പ്രേക്ഷകർ ആസ്വദിക്കാനുള്ള ഒരു ടാലൻ്റ് എന്ന് പറയുന്നത് അരിസോണ ബെസ്റ്റ്. ഞങ്ങൾ അഭിനയിക്കുന്നത് മാത്രമല്ല, അവർ ആസ്വദിക്കണം. ആസ്വാദന കല എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കലയുള്ളവരാണ്. അതുകൊണ്ടാണ് സോ ദേ ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ us. അവർ ഞങ്ങളെക്കാൾ പ്രധാനമുള്ളവരാണ്. Any other question, please? ആരതി മുൻനിര ഗായകരിൽ ആരുടെ ഫാനാണ്? ഏറ്റവും കൂടുതൽ ഏത് പാട്ട് കേൾക്കണം? ആരുടെ പാട്ട് കേൾക്കണം? വിനീത് ശ്രീനിവാസൻ സാറിന് ഇഷ്ടമാണ്. ഏത് പാട്ടാ കൂടുതൽ ഇഷ്ടം? എല്ലാ പാട്ടും ഇഷ്ടം. ഇതിൽ ശരിക്കും 4 പാട്ടുണ്ട്. പക്ഷെ ഞാൻ 2 പാട്ട് ചെയ്തിട്ടുള്ളൂ. 2 പാട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആളാണ്. എനിക്ക് തന്നിട്ടുള്ള 2 പാട്ടും മെലഡി തന്നെയാണ്. ഒന്നൊരു സ്ലോ മെലഡി, ഒന്ന് കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻസ് റൊമാൻറ്റിക് തന്നെയാണ്. സിറ്റുവേഷൻസും അങ്ങനത്തെ തന്നെയാണ്. ഞാൻ ചെയ്ത 2 പാട്ടും മെലഡീസ് തന്നെയാണ്. ഞാൻ യൂസ് ചെയ്തിരുന്ന സിംഗേഴ്സ് അങ്ങനെയുള്ളവർ